നാജിയ. ഇവിടെ ഫസ്റ്റ് ഇയർ കോഴിക്കോട് ഹോമിയോപ്പതി മെഡിക്കൽ കോളേജിലെ സ്റ്റുഡൻ്റാണ്. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എൻ്റെ ഒരു കെഡാവറിൻ്റെ എക്സ്പീരിയൻസ് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഡിസെക്ഷൻ ചെയ്തു തുടങ്ങുമ്പോൾ നമുക്ക് ഡിസെക്ഷൻ ഹാളിൽ കയറുമ്പോൾ ഉണ്ടാകുന്ന എക്സ്പീരിയൻസ്, അതേപോലെ തന്നെ അവിടെ ഫസ്റ്റ് ചെല്ലുമ്പോൾ എന്തായിരുന്നു നമുക്ക് അനുഭവപ്പെട്ടത്, ഗുഡായിരുന്നോ ബാഡായിരുന്നോ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഞാനിവിടെ പറയാൻ പോണത്. അത് മാത്രമല്ല, ഞാനിവിടെ ഷെയർ ചെയ്യുന്നതിലൂടെ എനിക്കൊരു ഡോക്യുമെൻ്ററിയും കൂടി ആവും ഇത്. ഞാനൊരു 5 വർഷം കഴിയുമ്പോൾ ഇത് എടുത്ത് നോക്കുമ്പോൾ ഇതായിരുന്നല്ലോ എനിക്ക് അന്ന് സംഭവിച്ചതെന്ന് ഞാൻ തന്നെ ആ ഒരു സമയത്ത് പറയുന്നത് കേൾക്കുമ്പോൾ എനിക്കൊരു ഇതുണ്ടാവുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടും കൂടി ഞാനിവിടെ ഡോക്യുമെൻ്റ് ചെയ്ത് വെക്കുകയാണ്. അത് മാത്രമല്ല, ഇപ്പോൾ ഹോമിയോയിൽ ചേരാൻ പോകുന്ന കുട്ടികൾക്ക് അവിടുത്തെ ഡിസിക്ഷനൊക്കെ എങ്ങനെയായിരിക്കും അതൊക്കെ അറിയാൻ താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഫസ്റ്റ് ഞങ്ങൾ വന്നപ്പോൾ തൊട്ട്, ഇപ്പോൾ വന്നിട്ട് ഏകദേശം 6 മാസം ആവാനായി. അപ്പോൾ വന്നപ്പോൾ തൊട്ട് നമ്മൾ അനാറ്റമിയുടെ തിയറി ആയിരുന്നു ഇത്രയും പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ ഡിസെക്ഷൻ തുടങ്ങിയിട്ട് ഏകദേശം 2 മാസം ആവാനായി. മാർച്ചിലാണ് സ്റ്റാർട്ട് ചെയ്തത്, ഇപ്പം ഏപ്രിലായി. അപ്പോൾ 2 മാസമായി ഇപ്പം ഡിസെക്ഷൻ തുടങ്ങിയിട്ട്. ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ടൈം നിർത്തി വെച്ചിരുന്നു, പിന്നെ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ചെയ്യുക. അപ്പോൾ അങ്ങനെയൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതിന് മുന്നേ നമ്മൾ ഫസ്റ്റ് തിയറി പഠിച്ചു. അപ്പോൾ നമ്മളിപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പർ ഹാൻഡാണ്. അപ്പർ ഹാൻഡ്, അതേപോലെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ലെഗ് പഠിക്കും, പിന്നെ അതിൻ്റെ ഇൻറ്റേർണൽ ഓർഗാൻസ് പഠിക്കും, പിന്നെ നമ്മൾ തൊറാക്സ് പഠിക്കും, അബ്ഡോമൻ പഠിക്കും, ഇൻറ്റേർണൽ ഓർഗാൻസ് പഠിക്കും, അങ്ങനെ. അപ്പോൾ ആദ്യം തിയറി പഠിച്ചത് നമ്മൾ അപ്പർ ഹാൻഡാണ്. അപ്പോൾ അപ്പർ ഹാൻഡ് പഠിച്ചുകൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെ ആദ്യം ബോൺസ് സെറ്റപ്പ് എല്ലാം കാര്യങ്ങളും പഠിച്ചു. അപ്പോൾ ഹ്യൂമറസ്, റേഡിയസ്, അൾന, എല്ലാവർക്കും അറിയാം നമ്മൾ ബോൺസ്, ഹാൻഡിലുള്ള ബോൺസ്, ഹ്യൂമറസ്, റേഡിയസ്, അൾന, പിന്നെ ക്ലാവിക്കിൾ, സ്കാപ്പുള, അങ്ങനെ എല്ലാ സംഭവങ്ങളും ഉണ്ട് അല്ലേ. അപ്പോൾ അതിൻ്റെയൊക്കെ ജോയിൻറ്റ്സ്, മറ്റേ ഈ സ്കെൽട്ടൻ ആദ്യം പഠിച്ചു. അത് കഴിഞ്ഞിട്ട് അതുമായി അറ്റാച്ച് ആയിട്ടുള്ള മസിൽസ് പഠിച്ചു. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്ന ഈ ഒരു പ്രാക്ടിക്കൽ സെഷനിലേക്ക് പോയത്. അപ്പോൾ ഡിസെക്ഷൻ എന്താണെന്ന് അറിയാത്തവർക്ക് ആദ്യം പറഞ്ഞുതരാം. ഡിസെക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതേപോലെ നമ്മൾ കെഡാവർ ഉണ്ടാവും. കെഡാവർ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഇപ്പോൾ ഇതേപോലെ മെഡിക്കൽ സ്റ്റുഡൻസിന് പഠിക്കാൻ വേണ്ടിയിട്ട് അവരുടെ ബോഡി ഡൊണേറ്റ് ചെയ്യും. അപ്പോൾ അതിനെയാണ് അത് നമ്മളിങ്ങനെ ഫോർമാലിൻ എന്ന് പറഞ്ഞ കെമിക്കലിൽ അവർ പ്രിസർവ് ചെയ്ത് വെക്കും, ഇങ്ങനെ കുട്ടികൾക്ക് പഠിക്കാനായിട്ട് വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ വന്നിട്ടുള്ളതാണ് കെഡാവർ എന്ന് പറയുന്നത്. അത് നമ്മളൊരു റെസ്പെക്റ്റ്ഫുൾ ആയിട്ട് വിളിക്കുന്നതാണ് കെഡാവർ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ കെഡാവർ ഉണ്ട് നമ്മുടെ കോളേജിലുണ്ട്. ഒരു ബോഡിയാണ് നമുക്ക് 65 പേർക്ക് ഉണ്ടാവും. ഞങ്ങൾ 65 പേരാണുള്ളത്. 65 പേർക്കും എത്രയാണ് ഒരു ബോഡിയാണുള്ളത്. ആ ഒരു ബോഡി നമ്മളെല്ലാവരും കൂടി ഇപ്പോൾ ഒരു നമുക്ക് അനാട്ടമി ഉണ്ടാവും. ഡിസെക്റ്റ് ചെയ്യും. ഒരു ഹാൻഡ് ഡിസെക്റ്റ് ചെയ്യും. അതിൻ്റെ അപ്പുറത്തെ ഹാൻഡ് നമ്മൾ ഓരോരോ 3 ആൾക്കാരായിട്ട് ഡിസെക്റ്റ് ചെയ്യും. അപ്പോൾ കുറച്ച് 3 കുട്ടികളായിട്ട് ഡിസെക്റ്റ് ചെയ്യും. അങ്ങനെയാണ് ഒരു പ്രൊസീജിയർ പോവുക. അപ്പോൾ ഫസ്റ്റ് ഇതൊക്കെ നമുക്ക് ഉണ്ടാവും. പിന്നെ കുറേ പേർക്കുള്ളൊരു ഡൗട്ടാണ്, എന്താ ഈ ഹോമിയോയിലും ആയുർവേദത്തിലൊക്കെ ഡിസെക്ഷൻ ഉണ്ടോ എന്നുള്ളതൊക്കെ. അത് ചേരാൻ പോകുന്ന കുട്ടികൾക്കൊരു ഡൗട്ടായിരിക്കും. ഇപ്പോൾ MBBS താല്പര്യമുള്ളവർക്ക് ഈ ഡിസെക്ഷനും ബോഡിനെ പറ്റി അറിയാനൊക്കെ താല്പര്യമുള്ളവർക്ക് എന്താ MBBS മാത്രമല്ല ഇതുള്ളത്. അപ്പോൾ ഇത് ഹോമിയോയിലും ആയുർവേദത്തിലൊന്നും ഇല്ലല്ലോ, അപ്പോൾ ഒരു ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ MBBS പഠിക്കുന്ന പോലെ തന്നെ അനാട്ടമി ആയാലും ഫിസിയോളജി ആയാലും എല്ലാം നമ്മൾ എന്തിൽ പഠിക്കുന്നുണ്ട്, ഹോമിയോയിലും പഠിക്കുന്നുണ്ട്. അപ്പോൾ ഹോമിയോയിൽ ഏകദേശം എന്ന് പറയാനും പറ്റില്ല, എല്ലാം നമ്മൾ പഠിക്കുന്നുണ്ട്, അത്രയും നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഡിസെക്ഷനും നമ്മൾ ആ രീതിക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഒരു ബോഡിയാണ് നമുക്കുണ്ടാവുക. ആ ഒരു ബോഡി നമ്മൾ എല്ലാവരും കൂടി കാണുന്നു. പിന്നെ അതിന് വീഡിയോ ക്ലാസ്സൊക്കെ നമുക്ക് റെക്കോർഡ് ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് കണ്ട് പഠിക്കാനൊക്കെ പറ്റും. അപ്പോൾ ഫസ്റ്റിന് ഇതൊക്കെ എനിക്ക് അറിയുന്നതുകൊണ്ട് തന്നെ ഡിസെക്ഷൻ ഉണ്ടാവും, അപ്പോൾ അത് എന്നാ തുടങ്ങുക എന്നുള്ളൊരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. ചേരുന്ന കഴിഞ്ഞിട്ട് പിന്നെ ഉണ്ടായിരുന്നത്. അങ്ങനെ മിസ്സ് പറഞ്ഞിരുന്നത് എന്തായാലും നമ്മൾ ആദ്യം തിയറി പഠിക്കും, പിന്നെ ഒരു 2, 3, 4 മാസം കഴിഞ്ഞിട്ടാണ് എന്തായാലും ഡിസെക്ഷൻ തുടങ്ങുക എന്നുള്ളത് മിസ്സ് പറഞ്ഞിരുന്നു. അങ്ങനെ ഞങ്ങൾക്കൊരു മിസ്സും ഉണ്ട്, സാറും ഉണ്ട്. അപ്പോൾ സാറാണ് ഡിസെക്ഷനിൽ ഏറ്റവും കൂടുതൽ നല്ലൊരു നോളജ് ഉള്ളത്. അപ്പോൾ സാറായിരുന്നു അത് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ സാറിൻ്റെ ക്ലാസ്സുകളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഡിസെക്ഷൻ ഒരു ദിവസം തുടങ്ങും, മാർച്ചിൽ തുടങ്ങും എന്ന് പറഞ്ഞപ്പോൾ നല്ല എക്സൈറ്റ്മെൻറ്റ്. പിറ്റേ ദിവസം ക്ലാസ്സിൽ പോകാനൊക്കെ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. പിന്നെ ഒന്നാമത് വെച്ചാൽ ഫോർമാലിൻ്റെ ഒരു മണം, അത് എങ്ങനെയായിരിക്കും നമ്മളെ എഫക്റ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമായിരുന്നു. അന്ന് നമ്മളെല്ലാവരും വൈറ്റ് കോട്ടൊക്കെ ഇടുന്നുണ്ടെങ്കിലും അന്ന് വൈറ്റ് കോട്ട് ഇട്ട് പോകാനൊരു പ്രത്യേക ഒരു ത്രില്ലായിരുന്നു. കാരണം ആ വൈറ്റ് കോട്ട് ഇട്ട് പോകുന്നതിനൊരു അർത്ഥം എന്ന് പറയാൻ നമുക്കൊരു മീനിങ് ഫുള്ളായിട്ട് തോന്നും നമുക്ക് അന്ന് പോകുമ്പോൾ. അങ്ങനെ വൈറ്റ് കോട്ടൊക്കെ ഇട്ടു. പിന്നെ ചുറ്റും കെഡാവറിന് ചുറ്റും നമ്മൾ ടേബിൾ ഇട്ടിട്ടുണ്ട്. നമുക്ക് ഇരിക്കാൻ പറ്റും, പക്ഷേ 65 പേരുണ്ടാകുമ്പോൾ നമുക്ക് ഇരുന്നാൽ പോസിബിൾ അല്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് പേര് ഇരിക്കും, അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് പേര് നിന്ന്, അങ്ങനെയൊക്കെയാണ് നമ്മളത് കാണാം. ചുറ്റോടെ നിൽക്കുക ചെയ്യുന്ന നമ്മളെ ഡിസെക്ഷൻ ഹാളൊക്കെ നല്ല അടിപൊളി ഡിസെക്ഷൻ ഹാളാട്ടോ. അപ്പം എല്ലാ ബോൺസും അപ്പം നമുക്ക് വേണ്ടിയിട്ടുള്ള ഇപ്പം ഈ തിയറി പഠിപ്പിക്കാനായിട്ട് നമുക്ക് ബോൺസൊക്കെ നമ്മൾ ഡിസെക്ഷൻ ഹാളിൽ തന്നെ എടുക്കാം. നമുക്ക് എല്ലാവർക്കും നോക്കാനും കാണാനും മനസ്സിലാക്കാനും പാകത്തിലുള്ള എല്ലാ ടൈപ്പ് അളവിലുള്ള ബോൺസ് നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പം റിബ്സിൻ്റെ ആയാലും അതേപോലെ തന്നെ ഹാൻഡിൻ്റെ ആയാലും നമുക്ക് എല്ലാവർക്കും ഓരോരോ ബെഞ്ചിലേക്ക് നമുക്ക് ബോൺസ് കിട്ടാറുണ്ട്. അതൊക്കെ നമുക്ക് അവിടെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒരു സൈഡിലുണ്ടാവും. അതേപോലെ തന്നെ ഫോർമാലിൻ ടാങ്കിലാണ് ഈ ഒരു കെഡാവർ നമുക്ക് സൂക്ഷിച്ച് വെക്കുക. അപ്പോൾ അത് വേറൊരു ഭാഗത്തായിട്ട്
വെച്ചിട്ടുണ്ടാവും. എന്നിട്ട് ആ കെടാവറിനെ കിടത്താനുള്ള ഒരു സ്ട്രക്ചർ ഉണ്ടാവും. അപ്പോൾ അതിലായിരിക്കും അതിനെ കിടത്തിയിട്ടുണ്ടാവുക. അതിന് ചുറ്റുമാണ് നമ്മൾ നിൽക്കുക. അപ്പോൾ ഇത് ഞാൻ നമ്മൾ ഓറിയൻറ്റേഷൻ ക്ലാസ്സിൽ 15 ഡേയ്സ് നമുക്ക് ഓറിയൻറ്റേഷൻ ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് എന്താ പറയുക, കോളേജിൽ മൊത്തം നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അന്ന് ഡിസെക്ഷൻ ഹാൾ കാണിച്ചു തന്നപ്പം അന്നൊരു എന്താ പറയുക, അന്നുണ്ടായ മനസ്സിൽ ഒന്ന് കാണണം, എങ്ങനെയെങ്കിലും ഒന്ന് കാണണം, അന്ന് കൂടിയതാണ്. അപ്പോൾ പിന്നെ 4 മാസം കഴിഞ്ഞിട്ടാണ് പിന്നെ നമുക്ക് കെടാവർ ഡിസെക്ഷൻ തുടങ്ങുന്നത് തന്നെ. അങ്ങനെ അന്ന് രാവിലെ അവിടെ ചെന്നു. രാവിലെ തന്നെ 3 മണിക്കൂറൊക്കെ ടൈം കിട്ടിയാലും ഡിസെക്ഷൻ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അത്രയും ടൈം എടുക്കും. അത് നമ്മൾ അതിൻ്റെ ഫാറ്റൊക്കെ റിമൂവ് ചെയ്ത് മസിൽസൊക്കെ കാണിച്ച് തന്ന് അപ്പോൾ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ നമുക്ക് 3 മണിക്കൂറൊക്കെ കിട്ടുന്ന പീരീഡിലാണ് ഡിസെക്ഷൻ നമുക്ക് തുടങ്ങുകയുള്ളൂ. അപ്പോൾ അന്ന ദിവസം 3 മണിക്കൂറുള്ള ദിവസമായിരുന്നു. അങ്ങനെ എല്ലാവരും നല്ല ത്രില്ലായിരുന്നു. എല്ലാവരും സീറ്റൊക്കെ പിടിച്ച് അങ്ങനെ സാറൊക്കെ വന്ന്, സാറ് ഭയങ്കര, കാരണം വെച്ചാൽ നമ്മൾ ഇത് കാണുമ്പോൾ സാറിനെ അറിയും, സാറ് കുറേ പേര് പഠിപ്പിച്ചിട്ടുള്ളതാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ സാറ് കുറച്ച് കോമഡിയും, പിന്നെ അതേപോലെ തന്നെ അതിന് മുന്നേ നമ്മൾ ഫസ്റ്റ് കയറി അന്ന് കാണിച്ചിട്ട് കെടാവറിൻ്റെ ഒരു ഊത്തുണ്ടായിരുന്നു. കാരണം എന്ന് വെച്ചാൽ റെസ്പെക്റ്റ്ഫുൾ ആയിരിക്കണം എന്ന് പറഞ്ഞ് നമ്മളെല്ലാവരും ഒരു പ്ലെഡ്ജൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അന്ന് രാവിലെ. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഡിസെക്ഷൻ സ്റ്റാർട്ട് ചെയ്തത്. കാരണം എന്താ വെച്ചാൽ ഈ ഒരു ബോഡി നമുക്ക് വേണ്ടി പഠിക്കാൻ തന്ന ആ ഒരു മനുഷ്യനോടുള്ള ഒരു ആദരവ്, അത്രേ ഉള്ളൂ. അപ്പോൾ അത്രേ ഉള്ളൂ എന്നല്ല, അത് ഭയങ്കര വലിയൊരു ആദരവ് തന്നെയാണ് കേട്ടോ. കാരണം വെച്ചാൽ ഇത്രയും കുട്ടികൾക്ക് വേണ്ടിയിട്ട് അത് പഠിക്കാൻ കൊടുക്കുക എന്ന് പറയുന്നത് അതൊരു ഭയങ്കര മീനിങ് ഫുൾ ആയിട്ടൊരു കാര്യമാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഫസ്റ്റ് നമ്മൾ ഈ ഒരു ഭാഗമാണ് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഫോർമാലിൻ്റെ മണം നമുക്ക് ബുദ്ധിമുട്ടായിട്ട് വരും, കണ്ണെരിയും, അതേപോലെ തന്നെ കുറച്ച് തലചുറ്റലുണ്ടാവും. അങ്ങനെ അന്ന് ഒരു കുട്ടി, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഒരു കുട്ടി തലയിറങ്ങി വീണിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ലിത്തോട്ടമി പൊസിഷനിൽ കിടത്തിയാൽ, കാലിങ്ങനെ മുകളിലോട്ട് വെച്ച് ഇങ്ങനെ കിടത്തിയാൽ ബ്ലഡ് സർക്കുലേഷൻ കിട്ടും. അപ്പോൾ അത് റെഡി ആവുന്നതാണ്. അപ്പോൾ കുറച്ച് നേരം അവൾക്കുള്ള കാറ്റും വെളിച്ചൊക്കെ കൊടുത്ത് മാറ്റി കിടത്തി. പക്ഷേ സാർ എന്നാലും, ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, സാർ എന്നാലും അവിടെ കെടാവറിനെ ഡിസെക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സാറ് പറയുന്നത് അവിടെ നിന്ന് ചോദിക്കുന്നുണ്ട് ഓക്കെ അല്ലേ ഓക്കെ ആവും, എനിക്കറിയാം, ഞാനത് കുറേ കണ്ടിട്ടുള്ളതല്ലേ, അതായത് സാറിൻ്റെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളും ഓക്കെ ടെൻഷനൊന്നും ആവണ്ട, ഇതൊക്കെ ഓക്കെ ആയിക്കോളും എന്നുള്ള രീതിയിലായി നമ്മളും. അങ്ങനെ പോയി. അത് കഴിഞ്ഞ് ആ ഡിസെക്ഷനൊക്കെ കഴിഞ്ഞ് അവളുടെ എണീറ്റ്. പിന്നെ കുറച്ച് പേര് തല കറങ്ങുമ്പോൾ മാറിയിരിക്കും. കാരണം എന്താ വെച്ചാൽ അത്രയും നേരം നമുക്ക് അവിടെ നിൽക്കുമ്പോൾ അതിൻ്റെ മണം അടുത്ത് നിന്ന് ഇതാക്കുമ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ എനിക്ക് നല്ലോണം കണ്ണെരിയുന്നുണ്ട്. അപ്പോൾ സ്പെക്സ് വെച്ചാൽ നമുക്ക് അതിൻ്റെ ഇടയിൽ കൂടെ കണ്ണെരിയുന്നുണ്ടാവും. അപ്പം പിന്നെ കുറച്ച് കഴിയുമ്പോൾ അതൊരു ഓക്കെ ആവും. പിന്നെ ആ മണം ഇങ്ങനെ ശ്വസിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉള്ള ഒരു ബുദ്ധിമുട്ടും മാത്രമാണ് ഉണ്ടായിരുന്നത്. പക്ഷെ അത് ആ ഒരു ഫുൾ ടൈം നിന്ന് കാണാൻ പറ്റി, എനിക്കത് കാണാനുള്ളൊരു ഇതുണ്ടായി എനിക്ക്. അങ്ങനെ കണ്ടു. ഫസ്റ്റ് നമ്മൾ ഇവിടുത്തെ പെക്ടോറാലിസ് മേജറും മൈനറും മസിൽസെ കണ്ടത്. അപ്പം അത് തിയറി പഠിക്കുക എന്നല്ലാതെ അത് എവിടെയാണ് എങ്ങനെയാണ്, നമ്മൾ +2 മുതൽക്കേ പഠിക്കുന്ന ഒരു കാര്യമാണ്. പെക്ടോറാലിസ് മേജറും മൈനറും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. നമ്മുടെ പെക്ടോറാലിസ് മൈനർ നമ്മൾ നമ്മുടെ മെമ്മറി ഗ്ലാൻഡ് പഠിക്കുന്ന സമയത്ത് നമ്മളതിൽ കാണുന്നുണ്ട്. ബ്രസ്റ്റ് ഗ്ലാൻഡ് പഠിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, ആ പിക്ചറിൽ നമ്മൾ കാണും. പക്ഷെ അത് എവിടെയാണെന്ന് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു, കാണാനും അതിനൊക്കെ വേണ്ടിയിട്ട്. അങ്ങനെ ഫുൾ ഡേ അല്ല, ഒരു 3 അവർ നിന്ന് അത് കാണാമായിരുന്നു. അപ്പം ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഇപ്പം നമ്മൾ അപ്പറാൻ്റെ ഏകദേശം കഴിയാനായി. ഏതൊരു മെഡിക്കൽ കോളേജിലായാലും, ഇപ്പം ഹോമിയോൻ്റെയും ആയുർവേദത്തിൻ്റെയും ഏതൊരു കോളേജിലായാലും നമ്മൾ ഉള്ള സൗകര്യം നന്നായിട്ട് ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. ഞങ്ങളുടെ കോളേജിലാണെങ്കിൽ അത്യാവശ്യം നല്ല ഫെസിലിറ്റീസൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഉപയോഗപ്പെടുത്തി പഠിക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ എൻ്റെ ഒരു ആശ്വാസം. അപ്പം നന്നായിട്ട് പഠിക്കുക. ഇനി എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക.